അങ്ങനെ റൂമിലെത്തി ഞങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ സെറ്റിലായി. മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചേരം ലൂഡോ ഒക്കെ കളിച്ച് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. കാരണം നാളെയാണ് നമ്മുടെ ബേബി വരുന്ന ബിഗ് ഡേ. എനിക്കതല്ല പ്രശ്നം, ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. ഇത് തന്നെയായിരുന്നു രാവിലെ മുതലുള്ള പ്രശ്നം. പണ്ടേ എനിക്ക് മുണ്ടെടുക്കാൻ അറിയില്ല. ഇത്രയും വയറും കൂടെ വെച്ചിട്ട് ഈ മുണ്ടെടുത്തിട്ട് എങ്ങനെ നടക്കാനാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡെലിവറിക്ക് പോയപ്പോ ഈ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് 2 കഥകളെ പറ്റിയായിരുന്നു. ആദ്യം ആ രസകരമായ സംഭവം പറയാം. ജനുവരി 4-നായിരുന്നു എന്റെ ബർത്ത്ഡേ. സാധാരണ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഇത്തവണ ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തീരുമാനിച്ചു. നല്ലൊരു ഫിറ്റ്നസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഹെവി വർക്കൗട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അടുത്തത് സ്കിൻ കെയർ ആയിരുന്നു. ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് എത്തിയപ്പോൾ അവർ ആദ്യം ചോദിച്ച ചോദ്യം പ്രഗ്നന്റ് ആണോന്നായിരുന്നു. കാരണം ഡോക്ടർ എഴുതിയ മെഡിസിൻസിൽ ഒരെണ്ണം പ്രഗ്നൻസിയിൽ നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതാണ്. സംഭവം 2 മാസമായിട്ട് എനിക്ക് പീരിയഡ്സ് ആയിട്ടില്ലെങ്കിലും PCOD തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളത് കാരണം ഞാൻ അത് അത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചപ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പ്രഗ്നന്റ് അല്ലാന്ന്. അവസാനം മെഡിസിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് നാട്ടിലില്ലെന്ന്. സത്യം പറഞ്ഞ ഹസ്ബൻഡ് നാട്ടിലില്ലായിരുന്നു, പക്ഷെ ബാംഗ്ലൂരായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ഡോക്ടർ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് വരുന്ന വഴിക്ക് ഞാൻ പ്രഗ്നൻസി കിറ്റും വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. രാത്രി വീട്ടിലെത്തി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴോ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2 വാര. ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോഴോ 2 മാസം ഗർഭിണി. പിറ്റേന്ന് ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടറെ ഞാൻ പ്രഗ്നന്റ് ആണ്, ഇതിൽ ഏത് മെഡിസിനാണ് ഞാൻ ഒഴിവാക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കാൻ പെട്ടൊരു പാട്. ഒരു കുട്ടീനെ വയറ്റിലിട്ട് വർക്കൗട്ട് ചെയ്തതിന് അച്ഛമ്മയുടെ വക ചീത്ത വേറെ. അങ്ങനെ കഥ പറഞ്ഞു നമ്മൾ ലേബർ റൂമിൽ എത്തിയിട്ടോ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.